നമ്മൾ അവിടെ പോയിരിക്കും. എനിക്ക് സൂ പോട്ട് ചെയ്യാൻ പറ്റുള്ള ശാലൊരു മൂമെന്റ്സ് ശാലെല്ലാം മനസ്സിലായി കേട്ടോ. ഹിന്ദിയിലും കൂടെ പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കുള്ളൂ. ആ മനസ്സിലായി, അതാ വാലാട്ടിയത്. അപ്പം ഇന്നാണ് നമ്മുടെ ഡേ 2 മണാലി കേട്ടോ. അപ്പം നമ്മുടെ രാവിലത്തെ എന്താ പറയുക ഡോഗ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്നിട്ട് പോവാണ്. നമ്മൾ ആക്ച്വലി അവിടെ ഒരു സ്ഥലത്ത് ഇന്ന് അവിടെ പ്ലാനിങ് ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു സ്ഥലത്ത് അവിടെ സ്നോ പെയ്യുന്നുണ്ടായിരുന്നു. സ്നോ പെയ്യുന്നുണ്ട്, സ്നോ ഉണ്ടായിരുന്നു ഒരു മലയിൽ ആദ്യം കാണിച്ചില്ലേ. അപ്പോൾ അവിടെ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ ശരി പറഞ്ഞു. അങ്ങനെ നമ്മളപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ചായ കുടിച്ചത്. അങ്ങനെ നമുക്ക് മഞ്ഞിലിറങ്ങുന്ന സമയത്ത് ഇടാനുള്ള കോസ്റ്റ്യൂമൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ എടുത്തു. അതായത് നമ്മൾ കേട്ടോ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഇതേപോലെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. നമ്മളിങ്ങനെ കുറേ ഊർന്നൊക്കെ പോയി, അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. എന്നിട്ട് ഭയങ്കര തണുപ്പും, ഭയങ്കര തണുപ്പില്ലായിരുന്നു, തണുപ്പ് ആവശ്യത്തിനുള്ള തണുപ്പുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നമ്മൾ സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ടു, അത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരുന്നു. ഇതേപോലെ റിവർ റാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, ആ ബോൾ കൊണ്ട് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്ക് ആക്ച്വലി അതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഭയങ്കര സിപ്പ് ലൈനൊക്കെ ഭയങ്കര ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അതിനൊന്നും ചെയ്തിട്ടുള്ളത് ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല. അപ്പം അങ്ങനെ നമ്മൾ കുറേ നേരം നമ്മളിങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ സ്നോയിലൊക്കെ ഇരുന്ന് നമ്മൾ സ്നോമാനൊക്കെ ഉണ്ടാക്കി, പിന്നെ സ്നോ ഏഞ്ചലിനൊക്കെ ഉണ്ടാക്കാൻ നോക്കി. അതിൻ്റെ 2 രൂപ ചൂർന്നൊക്കെ പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഇതിനകത്ത് കുറേ വെള്ളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആസ് എ സീനറി. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ സോഷ്യൽ മീഡിയക്ക് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇത് നമ്മൾ സ്റ്റോറി ഇട്ടായിരുന്നു ഇങ്ങനെ മാഗിയൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വെച്ചൊന്ന് ചൂടായിട്ടെല്ലാം കഴിക്കാന്ന് വെച്ചാൽ നമ്മൾ മാഗിയും നമ്മൾ കുടിക്കാൻ എന്തോ ബൂസ്റ്റോ കോഫിയോ അങ്ങനെ എന്തോ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ശരിക്കും വിശന്നു കേട്ടോ, കാര്യമായിട്ട് തന്നെ വിശന്നു. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മൾ ഫസ്റ്റ് കണ്ട റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അത് നമ്മൾ എന്താ കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല, അത് വരട്ടിയിട്ട് എന്തായാലും നമ്മൾ കാര്യമായിട്ട് എന്തോ കഴിച്ചിരുന്നു. ഐ റിയലി ഡോണ്ട് റിമെമ്പർ. എനിക്കൊന്ന് പനീർ ഫ്രൈഡ് റൈസ് മേ ബി അതെന്തോ നമ്മൾ കഴിച്ചത്. പകുതി ഉറക്കക്ഷീണത്തിലാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ എത്തി. പ്രത്യേകിച്ച് പിന്നെ വൈകുന്നേരം ഒന്നും പണിയൊന്നും ഇല്ലായിരുന്നു ചെയ്യാൻ. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കോഫി ഷാലിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു പാക്കറ്റ്. അപ്പം നമ്മളാണെങ്കിൽ നമ്മളുടെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് സമാധാനത്തോടെയും ശാന്തതയോടെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് ഭയങ്കര ഒരു പ്ലസന്റ് ഒരു ഈവനിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലോ നല്ല രസം. നമ്മളിങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് പുറത്തൊക്കെ ഇരുന്ന് അതിലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മലയൊക്കെ ഉണ്ടായിരുന്നു. മലേൻ്റെ ഒരു ഓട്ടയും അതോടെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഷീപ്പിനൊക്കെ കണ്ടു, കുറേ താരെ. ഈ ഷീപ്പിൻ്റെ വീടിനെ എടുത്തില്ലെന്ന് തോന്നുന്നു, അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചെന്ന് റിട്ടേൺ പോകും. അപ്പോൾ നമ്മൾ ആദ്യമേ ഫുഡ് കഴിച്ചു. നമ്മൾ കുർളു മണാലിയിലാണ് ആക്ച്വലി നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന കാര്യത്തിനാണ് നമ്മളിപ്പോൾ വന്നത്. ഞാൻ മണാലിക്ക് വന്നത് പാരഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ വന്നു, അത് ചെയ്തു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയി. എൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാവേ. അപ്പം അതായിരുന്നു ഇന്നത്തെ ദിവസം.